കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ്സുകാരൻ മിഥുന് വിട നൽകി ജന്മനാട്. വിളന്തറയിലെ വീട്ടുവളപ്പിൽ മിഥുന്റെ അനുജൻ ചിതയ്ക്ക് തീകൊളുത്തി. മിഥുനെ അവസാനമായി കാണാൻ നിരവധി പേരാണ് എത്തിയത്. വിങ്ങിപ്പൊട്ടിയാണ് ഉറ്റവർ മിഥുന് അന്ത്യചുംബനം നൽകിയത്. ഓരോ കുഞ്ഞും വ്യത്യസ്തരായതിനാൽ അവരുടെ കഴിവുകൾ തിരിച്ചറിയണമെന്ന് ആരോഗ്യ വനിത ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. ബാലഭിക്ഷാടനവും ബാലവേലയും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നിരവധി പരിപാടികൾ നടത്തിവരുന്നു. ബാലഭിക്ഷാടനവും ബാലവേലയും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഉജ്ജ്വല ബാല്യം പുരസ്കാര വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജസ്ഥാനിലെ ശക്തമായ മഴയില് വനനാശനഷ്ടം. അജ്മീരിലെ ഒഴുക്കിൽപ്പെട്ട തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി. വെള്ളപ്പൊക്കത്തില് കുടുങ്ങിയ സ്കൂള് ബസ്സിൽ നിന്നും കുട്ടികളെയും രക്ഷപ്പെടുത്തി. 15 ജില്ലകളിലെ ശക്തമായ മഴ മുന്നറിയിപ്പ്. ജമ്മു കശ്മീർ പൂഞ്ചിലെ കനത്ത മഴയിലെ വ്യാപക നാശനഷ്ടം. CPI പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കവേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വീണ്ടും കെ ഇസ്മായിൽ. തന്റെ നാടായ വടക്കഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ നല്ല വിഷമമുണ്ടെന്ന് കെ ഇസ്മായിൽ പറഞ്ഞു. സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ ചർച്ചകൾ ഉണ്ടാകില്ലെന്നും ചർച്ച ചെയ്യേണ്ടവർ പലരും പാർട്ടിക്ക് പുറത്താണെന്നും കെ ഇസ്മായിൽ തുറന്നടിച്ചു. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മരിക്കുന്നതിന് മുമ്പ് നവീൻ ബാബു PP ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സാക്ഷിമൊഴി. യാത്രയയപ്പിന് ശേഷം ADM-ഉം താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് കണ്ടെന്നും PP ദിവ്യയുടെ ബന്ധു പ്രശാന്ത് മൊഴി നൽകി. ബിനാമി ഇടപാട്, വ്യാജ പരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല. കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തന്റെ വിവാദ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വാക്ക് മാറിപ്പോയതാണ്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ചതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരിക്കെതിരായ ക്യാമ്പയിൻ ആയതുകൊണ്ടാണ് സുംബ ഡാൻസിന്റെ ഭാഗമായത്. കുട്ടികളെ നോക്കേണ്ടത് അമ്മമാരാണ്. അത്തരത്തിൽ ലഹരിക്കെതിരായി അമ്മമാർ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ടാണ് പങ്കെടുത്തതെന്നും മന്ത്രി വിശദീകരിച്ചു. ടെക്സ്റ്റൈൽ കടയുടമയെയും കടയിലെ മാനേജരായ യുവതിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ജില്ലയിലെ ആയൂരിലാണ് സംഭവം. ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കോഴിക്കോട് സ്വദേശി അലി, പള്ളിക്കൽ സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത്. കടയിലെ മാനേജരാണ് ദിവ്യ. വിവരമറിഞ്ഞ് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. ഷെറിന് ശിക്ഷ ഇളവ് നൽകി ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. പരോളിലായിരുന്ന ഷെറിൻ ഇന്ന് 4 മണിയോടെയാണ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടികൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ ഇന്നു മുതൽ ജൂലൈ 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ആചാരപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകതയുള്ള ആറന്മുള വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആറന്മുള ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ തയ്യാറാക്കിയ പ്രത്യേക കൗണ്ടറിൽ നേരിട്ടെത്തിയോ ഫോണ് വഴിയോ വള്ളസദ്യയ്ക്കുള്ള കൂപ്പണുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഏറെ സഹായകരമാകുന്ന തീരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഞായറാഴ്ച ദിവസത്തെ വള്ളസദ്യയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തു കഴിക്കാൻ സാധിക്കുക. ഒരാൾക്ക് 250 രൂപയാണ് വള്ളസദ്യ മുൻകൂട്ടി ബുക്ക് ചെയ്തതിനായുള്ള നിരക്ക്. ഓഗസ്റ്റ് 2, 3 തീയതികളിലെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ലോഗോ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് പ്രകാശനം ചെയ്തു. സ്വകാര്യ ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിലെ ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേശകുമാരൻ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകാൻ ഭൂരിഭാഗം സംഘടനകളും തീരുമാനിച്ചു. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെങ്കിലും ഇതിനിടയിൽ അമേരിക്ക 10% അധിക തീരുവ ചുമത്തിയാല് പോലും ഇന്ത്യക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ധാരാളം സാധ്യതകളുണ്ടെന്ന്
SBI റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ 10% തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാര് പ്രതീക്ഷിച്ചത്ര വിജയകരമായില്ലെങ്കിലും അല്ലെങ്കിൽ 10% അധിക തീരുവ ചുമത്തിയാലും ഇന്ത്യക്ക് കയറ്റുമതി വൈവിധ്യവൽക്കരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 23 രാജ്യങ്ങൾക്ക് മേൽ US അടുത്തിടെ ഏർപ്പെടുത്തിയ തീരുവ വർധനവ് ആഗോള വ്യാപാരത്തിന്റെ ഗതി മാറ്റിയെന്ന് റിപ്പോർട്ട് എടുത്തുപറയുന്നു. പുതിയ തീരുവ സമ്പ്രദായം ഇന്ത്യയെ താരതമ്യേന കുറഞ്ഞ അളവിൽ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. അതിനാല് രാസവസ്തുക്കള്, വസ്ത്രങ്ങള്, കാർഷിക ഉൽപ്പന്നങ്ങള്, സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങള് തുടങ്ങിയ പ്രധാന മേഖലകളില് അമേരിക്കയിലും ഏഷ്യൻ വിപണികളിലും വിപണി പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ നല്ല അവസരമുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.